ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് പുതിയത് ഞാൻ കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലാന്റ് കൈ കിട്ടണവരൊക്കെ ഇങ്ങനെ പോട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ്. ഒരുപാട് വളമൊന്നും ഇടാതെ അത് ഞാൻ ഒന്ന് കാണിക്കാം. പുതിയ തൈകൾ പോട്ട് ചെയ്യുന്നതും നമുക്ക് സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ സെയിലിനിടില്ല, ഇടയ്ക്ക് ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് ഇടും. എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അന്ന് ഇട്ട കുറേ ചെടിയും അതിൻ്റെ വേറെ ഇതിൻ്റെയൊക്കെ നമുക്ക് അന്ന് സെയിലായി കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയും ഫ്ലവർ ആവാൻ വേണ്ടി പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വീണ്ടും കുറേയൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് സെയിൽ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണം. വീഡിയോ എടുക്കാൻ നിവൃത്തിയില്ലാത്ത മഴയാണ് കേട്ടോ. ഇത് നമ്മളെ യെല്ലോ കളറാണ്. ഇതിൻ്റെയും കുറച്ച് നമുക്കുണ്ട് ഫ്ലവറായിട്ടുണ്ട്. ഇതൊക്കെ അന്ന് ഞാൻ കാണിക്കാത്ത അന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു. വേറെ പുതിയ കളറാണ്. അല്ലേ, വേറെ ചെറിയൊരു പിങ്ക് വരണം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് പോട്ട് ചെയ്യാൻ പോയാണ്. അപ്പം ഞാൻ പോട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് നമ്മൾ സാഫിലിട്ട് വെച്ചിട്ടുള്ള കരി പീസാണ്. ഇതിന് അടിയിൽ കുറച്ച് നമുക്കത് കരിയിട്ട് കൊടുക്കാം. ഇത് നമ്മളെടുത്തിട്ടുള്ള മണലാണ്. മണൽ കൂടുതലായിട്ട് മണ്ണ് അല്പം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് എടുത്തിട്ടില്ല. അതുപോലെ നമ്മളിന്ന് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് അങ്ങനത്തത് ഞാൻ എപ്പോഴും പറയണതാണ്. അത് കിട്ടുമ്പോൾ വെറും മണ്ണിൽ, ഒരു വളവും ചെയ്യാത്ത മണ്ണിലാണ് നമ്മൾ നട്ട് വയ്ക്കുക. ചെറിയൊരു കവറിലോ എന്തെങ്കിലും നട്ട് വെച്ച് അതൊന്ന് പിടിച്ചൊരു 2 ആഴ്ച കഴിഞ്ഞ് പുതിയ ലീഫൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ ചേർത്തതിൽ നടാം. അല്ലാതെ നമ്മൾ നടുമ്പോൾ ഈ ബൾബ് ഈ ഭാഗം അങ്ങ് ചീഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ വാങ്ങിച്ച കുറേ പ്ലാന്റ്, എൻ്റെ നല്ല വെറൈറ്റി, തായ്ലൻഡ് വെറൈറ്റി കുറേ വാങ്ങിച്ച് എനിക്ക് 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ കിട്ടണ പ്ലാന്റ്. അങ്ങനെ കിട്ടിയ പ്ലാന്റൊക്കെ ഞാൻ വളമുള്ള മണ്ണിൽ നട്ട്, വളമൊക്കെ ചേർത്തിട്ട് നട്ട് എനിക്ക് ഒരുപാട് ചീഞ്ഞു പോയി. അതിൽ എനിക്ക് കുറച്ച് പ്ലാന്റ് മാത്രമേ പിടിച്ച് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് പോട്ട് ചെയ്യണത്. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ വേറെ ഉള്ളതുകൊണ്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഇളക്കി എടുത്തതായതുകൊണ്ട് ഇത് നമ്മൾ വരുത്തിയതല്ലല്ലോ, അപ്പോൾ വലിയ പ്രശ്നമില്ല. അതിൽ അല്പം ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ടുള്ള പോട്ട് മിക്സാണ് നമ്മളെപ്പോഴും കൊടുക്കാനേ. ഇതിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. കരിയിട്ടിട്ട് ഇത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തൊണ്ടിൻ്റെ പീസ് സാവിലിട്ട് 2 ദിവസം ഇട്ട് വെച്ചിരുന്നതാണ്. ഇട്ടിട്ട് മാറ്റി വയ്ക്കും. ഇത് എനിക്ക് അല്ലാത്ത ഡെൻഡ്രോഫിയും ഒക്കെ കുറച്ച് പോട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണേണ്. അതിൽ നിന്ന് കുറച്ച് ഇതിലൂടെ ഇട്ട് കൊടുക്കും, ഇത് നന പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് പ്ലാന്റിൽ വെച്ച് കൊടുക്കാം, ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചിട്ട് ചുറ്റിനും മണ്ണിട്ട് വെക്കാം. ഒരിക്കലും ആ ബൾബ് അങ്ങ് മൂടി പോകാൻ പാടില്ല. ഈ മണ്ണിനടിയിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നിറയെ നല്ലതായിട്ട് തൈകൾ കിട്ടുള്ളൂ. നിറയെ തൈകൾ വരും. ഇത് ഒന്ന് പിടിച്ചതിന് ശേഷം ഈ ചുവടൊന്ന് പിടിച്ച് പുതിയ ലീവ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നല്ല വേര് വരും, നിറയെ വേര് വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ചെടി നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോകില്ല, നല്ലതായിട്ട് പിടിച്ചെന്നറിയാം. എന്നിട്ട് അല്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും എന്തെങ്കിലുമൊക്കെ ജൈവ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ NPKയും സ്പ്രേ ചെയ്ത് ഇടയ്ക്ക് ലീഫിലും അതിൻ്റെ ചുവട്ടിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ കാണിച്ച ഫ്ലവറിൻ്റെതൊക്കെ ഇനിയും കുറച്ച് പ്ലാന്റ് കൂടെയൊക്കെ നമുക്ക് ഫ്ലവർ ആവാനും ഉണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു സെയിൽ വീഡിയോ ഞാൻ ചെയ്യും. എല്ലാവരും കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.